ഇങ്ങനെ ഒരു പെൺകുട്ടി സ്നേഹത്തോടെ വിളിച്ചു നിർത്തുമ്പോൾ യാഷ്പാലിന് എങ്ങനെ പോകാനാകും? കിയാരയുടെ കൗണ്ട് ഡൗൺ അവസാനിക്കുകയാണ്. കിയാരയെ രക്ഷിക്കാൻ യാഷ്പാൽ യെസ് പറയുമോ? കിയാര സംസാരിച്ചുകൊണ്ടിരിക്കെ പകുതി വാക്കിൽ നിർത്തി. അപ്പോഴാണ് കിയാര അഗർവാൾ എന്തിനാണ് ഇത്തരം ഒരു ഡീൽ വെക്കുന്നതെന്നും എന്തിനാണ് അവൾ ഇത് യാഷ്പാലിനോട് തന്നെ പറയുന്നതെന്നും യാഷ്പാലിന് വ്യക്തമായത്. ഞാൻ നിന്നെ തിരഞ്ഞെടുത്തത് എന്തിനാണെന്ന് അറിയേണ്ട കാര്യം എന്താ? നീ നിന്റെ ഡിമാൻഡ് പറ, എന്നിട്ട് ജോലിക്കിറങ്ങ്. പക്ഷേ യാഷ്പാലിന്റെ മനസ്സിൽ ഒരു സംശയം ബാക്കി നിന്നു. കിയാര സംസാരിച്ച ഭാവത്തിൽ നിന്ന് തന്നെ അവൾ അവനെ ഒരു തരത്തിലും ബഹുമാനത്തോടെ കാണുന്നില്ല എന്ന കാര്യം യാഷിന് മനസ്സിൽ. എങ്ങനെയാണെങ്കിൽ നിന്റെ പണം നീ നിന്റെ പോക്കറ്റിൽ തന്നെ വെച്ചോ കേട്ടോ. നിന്റെ കിട്ടിയിട്ട് വേണ്ട എനിക്ക് ജീവിക്കാൻ. ഇങ്ങനെ ഒരു പെൺകുട്ടി സ്നേഹത്തോടെ വിളിച്ചു നിർത്തുമ്പോൾ യാഷ്പാലിന് എങ്ങനെ പോകാനാകും? ശരി മാഡം, എനിക്ക് സത്യം അറിയണം. പുറമേ നോക്കുമ്പോൾ സാധാരണ ഒരു ചായക്കടക്കാരനെ പോലെ ആയിരുന്നാലും യാഷ്പാൽ ഒരു വേറിട്ട സ്വഭാവക്കാരനാണെന്ന് കിയാരയ്ക്ക് മനസ്സിലായി. അവന്റെ സ്ഥാനത്തുള്ളവരിൽ പലരും പണം എന്ന വാക്ക് കേൾക്കുന്നതോടെ യെസ് പറയുമ്പോൾ യാഷ്പാലിന്റെ ഉള്ളിൽ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ആത്മാവുണ്ടായിരുന്നു. ശരി, വെയിറ്റ്, ഞാൻ സത്യം പറയാം. ഇത് നോക്ക്. അവൾ കാണിച്ച ഫോട്ടോ യാഷ്പാൽ ശ്രദ്ധിച്ചു നോക്കി. അതിൽ കിയാര വലിയൊരു ടീഷർട്ടും പൈജാമയും ധരിച്ച് കാലിൽ ചെരുപ്പില്ലാതെ ഓടുന്നുണ്ട്. സ്റ്റെയേഴ്സിനടുത്ത് ഒരു വെസ്റ്റ് മാത്രം ധരിച്ച് കിയാരയുടെ ഹൈ ഹീൽസ് കയ്യിൽ പിടിച്ച് യാഷ്പാലും നിൽക്കുന്നു. അത് അർത്ഥമാക്കുന്നത് അന്ന് രാത്രി നമ്മൾ വീട്ടിലെത്തിയപ്പോ അയൽവാസികളിൽ ആരോ അത് കണ്ട് അവർ രാവിലെ ഈ ഫോട്ടോ എടുത്തതാ അല്ലേ? അല്ല, അത് നിന്റെ അയൽവാസികളല്ല, എനിക്കറിയാവുന്ന ആളുകളാ ഇത് ചെയ്തത്. കിയാരയുടെ സുഹൃത്തുക്കൾ തന്നെയാണ് മുഴുവൻ രാത്രി അവരെ പിന്തുടർന്നതെന്ന് യാഷിന് സംശയം തോന്നി. നിന്റെ ഈ ഫ്രണ്ട്സിന് നമ്മളെ പിന്തുടർന്ന് ഈ ഫോട്ടോ എടുക്കുന്നത് ഒഴികെ വേറെ ജോലിയൊന്നുമില്ലേ? യാഷ്പാൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ കിയാരയെ കൂടുതൽ ചൊടിപ്പിച്ചെങ്കിലും എല്ലാം അറിഞ്ഞില്ലെങ്കിൽ അവൻ അതിന് തയ്യാറാവില്ലെന്ന് അവൾക്കറിയാമായിരുന്നു. കേൾക്ക്, ഇതാണ് കാര്യം. ചെക്കന്മാരെ പിന്നാലെ നടക്കുമ്പോ അവരെ ഒഴിവാക്കാൻ പലപ്പോഴും എനിക്ക് ബോയ്ഫ്രണ്ട് ഉണ്ടെന്ന് ഞാൻ അവരോട് പറയാറുണ്ട്. ഓഫ് കോഴ്സ് ഇറ്റ്സ് എ ലൈ. നീ പറഞ്ഞതുപോലെ ചിലർക്ക് സംശയം തോന്നി. അവരെന്നെ നിന്റെ ഹട്ട് വരെ പിന്തുടർന്നു. അങ്ങനെ അവരെന്നെ നിന്റെ കൂടെ കണ്ടു. നീ എന്റെ ബോയ്ഫ്രണ്ട് ആണെന്ന് തെറ്റിദ്ധരിച്ചു. ഫോട്ടോ വൈറലായോ? ഇല്ല, അങ്ങനെ ആവരുത്. അങ്ങനെ സംഭവിച്ച എന്റെ ജീവിതം മുഴുവൻ തകരും. കിയാര തന്റെ ജീവിതത്തെക്കുറിച്ചായിരുന്നു പേടിച്ചതെങ്കിൽ യാഷ്പാൽ തന്റെ മാനത്തെയായിരുന്നു പേടിച്ചത്. ആ ഫോട്ടോ ഇന്റർനെറ്റിൽ വന്നാൽ നല്ലൊരു മനുഷ്യൻ എന്ന തന്റെ പേരിനെ അത് ബാധിക്കും. അതോടെ അവന്റെ ബിസിനസ്സും നശിക്കും. അവന്റെ നല്ല സ്വഭാവം കൊണ്ടാണ് ആളുകൾ അവന്റെ ചായക്കടയിലേക്ക് വരുന്നത്. മാഡം, ഹേയ് മാഡം, അപ്പോ ഞാൻ എന്താ ചെയ്യണ്ടേ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നീ വില പറയുന്നില്ലെങ്കിൽ ഞാൻ പറയാം. 1 വർഷത്തേക്ക് 10 crore rupees. ഓക്കെ? 10 crores ഒന്നുമല്ലെന്നതുപോലെ കിയാര അത്ര ലഘുവായി പറഞ്ഞു. ആ തുക കേട്ടതോടെ യാഷ്പാൽ ഞെട്ടിപ്പോയി. പക്ഷേ ഉടൻ അവൻ ഓർത്തു, 100 crores ലിമിറ്റുള്ള ക്രെഡിറ്റ് കാർഡ് കൈവശമുള്ള പെൺകുട്ടിയാണ് ഇവൾ. കോൺട്രാക്ട് 2 വർഷത്തേക്കായിരിക്കും. പേടിക്കണ്ട. ഈവൻ 1 വർഷം പൂർണ്ണമായിട്ട് ജോലി ചെയ്തില്ലെങ്കിലും പൂർണ്ണ തുകയും നിനക്ക് കിട്ടും. യാഷിന്റെ വായ തുറന്നുപോയി. 10 crores 100 വർഷം പണിയെടുത്താലും 24/7 ജോലി ചെയ്താലും അവന് സമ്പാദിക്കാൻ കഴിയാത്ത അത്ര തുക. അപ്പോഴാണ് അവന്റെ ഫോണിൽ ഒരു മെസ്സേജ് വന്നത്. ബാങ്ക് ബാലൻസ് 500 rupees. എന്തു പറയണമെന്ന് അവൻ അറിയില്ല. അവൻ കിയാരയുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി നിന്നു. പക്ഷെ എവിടെയോ എന്തോ കുഴപ്പമുണ്ട് എന്നൊരു തോന്നൽ അവന്റെ മനസ്സിലുണ്ടായിരുന്നു. നീ ഡീൽ ആക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാണെന്ന് നിന്റെ കണ്ണുകൾ തന്നെ പറയുന്നുണ്ട്. കണ്ണുകൾക്ക് സത്യം പറയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ പാതി കുറ്റവാളികളും ഇപ്പോഴേക്കും ജയിലിലായനെ. വാട്ട് ഡു യു മീൻ? ഇല്ല മാഡം, അത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഞാൻ ഡീൽ ആക്സെപ്റ്റ് ചെയ്തുവെന്ന് നിങ്ങൾ എങ്ങനെ പറയും? വാട്ട്? നീ എന്താ പറഞ്ഞത്? കിയാരയുടെ കോപം
അവളുടെ ഈഗോയോടൊപ്പം പടർന്നു പിടിക്കാൻ തുടങ്ങി. അത്ര സമ്പന്നമായ ഒരു കുടുംബത്തിൽ നിന്നുള്ള പെൺകുട്ടിയായിരുന്നു അവൾ. മുംബൈയിലെ താരങ്ങൾ പോലും അവളുടെ മുന്നിൽ നിരന്നു നിൽക്കും. ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നനും സുന്ദരനുമായ പുരുഷന്മാരെ ഒരു മാഗ്നറ്റ് പോലെ ആകർഷിക്കാൻ അവൾക്ക് കഴിയുമായിരുന്നു. പക്ഷേ ഒരു ചായക്കടക്കാരനിൽ നിന്ന് നോ കേട്ടപ്പോൾ ഒരു നിമിഷം അവളുടെ ഹൃദയം പോലും താളം തെറ്റി. നീ പറയുന്നത് എന്താണെന്ന് നിനക്ക് ബോധമുണ്ടോ? നീ ഒരു സാധാരണ ചായക്കടക്കാരനാ. ഞാൻ വിളിച്ചില്ലായിരുന്നെങ്കിലേ വെറും 10,000 രൂപയ്ക്കായിട്ട് ആ പോലീസ് അറ്റംപ്റ്റ് മർഡർ കേസ് വരെ നിന്റെ മേലെ ചാർജ് ചെയ്തേനെ. അതെ, അതുകൊണ്ട് തന്നെയാണ് എന്റെ മറുപടി നോ എന്നായത്. നീ എന്താ ഉദ്ദേശിച്ചത്? അത് തന്നെ കിയാര അഗർവാൾ. നിന്നെപ്പോലെ ഒരു റിച്ച് ഗേളിന് എന്നെപ്പോലെ ഒരു സാധാരണ ചായക്കടക്കാരനെ എങ്ങനെ ഇഷ്ടപ്പെടാൻ കഴിയും? കഴിഞ്ഞ അരമണിക്കൂറായി ഉള്ളിൽ അടിച്ചമർത്തിയിരുന്ന മുഴുവൻ ചൊടിപ്പും യാഷ് പുറത്തേക്ക് ഒഴുക്കി. നിങ്ങളെപ്പോലെയുള്ള പണക്കാരുടെ കണ്ണില് ഞങ്ങൾ പാവകളല്ലേ? പണത്തിന്റെ നൂൽക്കെട്ട് പിടിച്ച് ഞങ്ങളെ നൃത്തം ചെയ്യിപ്പിക്കുന്നത് നിങ്ങളല്ലേ മാഡം? എനിക്ക് നിന്നോട് ഒരു ഫീലിംഗും ഇല്ല. നിനക്കും എന്നോട് ഒന്നുമില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നോ, ഈ ഡീൽ ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഫീലിംഗ്സ് ഒന്നുമില്ലാത്തൊരു ആക്ടിംഗ് ഡീലാ ഞാൻ പറയുന്നത്. You stupid. കിയാര പറയുന്ന വാക്കുകൾ യാഷിനെ കൂടുതൽ അശാന്തനായി. അവൾ പറയുന്നതിനേക്കാളും വലുതായി എന്തോ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് എന്ന് അവൻ ഉറപ്പായി. ഓ മൈ ഫ്രണ്ട്, നിനക്ക് എത്ര വേണം? 15 crores? 20 crores? ദാ പുറത്തു വന്ന്. ഇതാണ് നിന്റെ യഥാർത്ഥ മുഖം. പണം കൊണ്ട് എന്നെ വാങ്ങാന്ന് നിനക്കൊരു തോന്നലുണ്ടെങ്കിൽ അത് തെറ്റാ. നീ പോയി വേറെ ആളെ നോക്കിയതിന്. ഓ ഗോഡ്. അപ്പൊ പണം വേണ്ടെങ്കിൽ നിനക്ക് എന്താ വേണ്ടത്? പറഞ്ഞോ. കേൾക്ക് മാഡം, നീ എന്നോട് ശരിക്കും ഇഷ്ടം കാണിച്ചിരുന്നെങ്കിൽ, കുറച്ചെങ്കിലും സ്നേഹത്തോടെ പെരുമാറിയിരുന്നെങ്കിൽ, അപ്പോ മേ ബി ഞാൻ നിന്റെ ബോയ് ഫ്രണ്ട് ആകാമെന്ന പ്രപ്പോസൽ ചിന്തിച്ചേനെ. ഒടുവിൽ ഒരു ആണിന് സ്നേഹമല്ലാതെ വേറെ എന്താ വേണ്ടത്? അത്രേ ഉള്ളൂ. ഇന്റർനെറ്റിൽ വായിച്ചിരുന്ന തത്വചിന്തകളൊക്കെ യാഷ് ഇപ്പോൾ വാരി വിതറുകയായിരുന്നു. ഓ മൈ ഗോഡ്, ഇങ്ങനെ ഒരു കഴുതയായാലോ ഞാൻ പിക്ക് ചെയ്തത്. എടി പെണ്ണെ, ഡീല് പ്രപ്പോസ് ചെയ്തത് നീയാ. ഞാനത് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. പണത്തിന് വേണ്ടി ആരുടെയും ബോയ് ഫ്രണ്ട് ആകുന്ന ആളല്ല ഞാൻ. നിങ്ങളെപ്പോലെയുള്ള റിച്ച് എലീറ്റ് ലോകത്ത് ജീവിക്കണമെന്ന ഒരാഗ്രഹവും എനിക്കില്ല. ആളുകൾ എന്നെ അറിയില്ലെന്നാണോ നീ വിചാരിച്ചത്? ഒരുപാട് പേർക്ക് എന്നെ അറിയാം. ചൗപ്പാട്ടിയിൽ എനിക്ക് വലിയൊരു ചായക്കടയുണ്ട്. നിന്നെക്കാൾ സുന്ദരിയായ പെൺകുട്ടികൾ പോലും എൻ്റെ ചായക്ക് വേണ്ടി ലൈൻ നിൽക്കും. മനസ്സിലായോ? സംസാരിക്കാൻ വന്നേക്കുന്നു. നീ തമാശ പറയാണോ? ഈ പൊട്ടത്തരങ്ങളൊക്കെ നിനക്ക് എവിടെന്നാ കിട്ടുന്നേ? ഇത് നോൺസെൻസ് അല്ല, ഞാൻ സത്യം പറഞ്ഞത്. അത് പറയാനുള്ള അവകാശം എനിക്കുണ്ട്. ഇത്ര സെൽഫ് ഒബ്സസ്ഡ് ആയ ഒരു ചായക്കടക്കാരനെ അവൾ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. അവസാനമായിട്ട് ഒരിക്കൽ കൂടി ചോദിക്കാം, യെസ് ആണോ നോ ആണോ? നോ, ഒരിക്കലും നടക്കില്ല. ശരി, ഓക്കെ ഫൈനൽ. ഇവിടെ നിന്ന് ഇറങ്ങിപ്പോ. ഞാൻ എങ്ങനെ പോവാനാ? എന്റെ വീട് മൈലുകൾ അകലെയാ. എന്നെ ഇവിടെ വരെ കൊണ്ടുവന്നിട്ട് ഇപ്പൊ ഉപേക്ഷിക്കാണോ? ഇനി ഞാൻ നടക്കണോ? ഇതെന്താ ഇത്? ഞാൻ എവിടെയും പോകുന്നില്ല. ഞാൻ പോവില്ല. ശരി, നീ ഇവിടെ തന്നെ നിക്ക്, ഞാൻ പോവാ. യാഷ് ഞെട്ടിപ്പോയി. കിയാര ഇത്ര എളുപ്പത്തിൽ കൈവിട്ടു പോകുമെന്ന് അവൻ കരുതിയില്ല. അവൾ നടന്നു പോകുന്നത് അവൻ നോക്കി നിന്നു. അവൾ കടലിലേക്ക് ചാടാൻ പോകുന്നുവെന്ന് അവന് തോന്നി. ഒരു നിമിഷം പോലും കളയാതെ യാഷ് അവളുടെ പിന്നാലെ ഓടി. ഹേയ് വെയിറ്റ്, നിനക്ക് ബുദ്ധിയില്ലേ? ഇത്ര ചെറിയ കാര്യത്തിനാണോ നീ എന്നെ ദേഷ്യം പിടിപ്പിക്കുന്നത്? ഇപ്പൊ നീയാ. എത്ര തവണ ഞാൻ നിന്നോട് റിക്വസ്റ്റ് ചെയ്തു, അതുപോലും ചെയ്യാൻ നിനക്ക് കഴിഞ്ഞില്ല. ശരി, ഞാൻ കേൾക്കാം. പക്ഷെ തിരിച്ചു വാ. ആ അറ്റത്തുനിന്ന് മാറി നിൽക്ക്. എനിക്ക് നിന്നോട് സംസാരിക്കണ്ട. യെസ് പറ, അല്ലെങ്കിൽ എന്നെ വിട്ടേക്ക്. ഇങ്ങനെ ക്രേസി ആയി ബിഹേവ് ചെയ്യല്ലേ? നിനക്ക് എന്നെ കുറിച്ച് കെയറില്ലെന്ന് നീ തന്നെയല്ലേ പറഞ്ഞത്? വെറുതെ ക്രേസി ആയി ബിഹേവ് ചെയ്യരുത്. നീ വീണാ മരിച്ചു പോവും. ഞാൻ 10 വരെ എണ്ണും, അതിനുശേഷം ഞാൻ ചാടും. 10, 9. യാഷ് സംസാരിച്ച് തീർക്കുന്നതിന് മുൻപേ കിയാര അവനെ തടഞ്ഞു. ഇപ്പോൾ യാഷ് പാൽ ഒരു കുഴിയുടെയും ഒരു കിണറിന്റെയും നടുവിലായി. ഇനി അവൾ തന്നെ മാറി നിൽക്കുമോ?
അല്ലെങ്കിൽ ഈ കടലിൽ ജീവൻ അവസാനിപ്പിക്കുമോ? അവളുടെ ജീവൻ രക്ഷിക്കാൻ അവൻ തന്റെ തീരുമാനം മാറ്റുമോ? അല്ലെങ്കിൽ കിയാര മരിക്കാൻ അനുവദിക്കുമോ? അവന് തീരുമാനിക്കാൻ വെറും 10 സെക്കൻഡ് മാത്രം. ആ 10 സെക്കൻഡിനുള്ളിൽ മുന്നേ ഉണ്ടായ മുഴുവൻ സംഭവങ്ങളും അവന്റെ കണ്ണിന് മുന്നിലൂടെ കടന്നുപോയി. കിയാരയുടെ കൗണ്ട് ഡൗൺ അവസാനിക്കുകയാണ്. കിയാരയെ രക്ഷിക്കാൻ യാഷ്പാൽ യെസ് പറയുമോ? അല്ലെങ്കിൽ അവളെ നിർത്താൻ വേറെ വഴിയുണ്ടോ? കിയാര അങ്ങനെ ചെയ്താൽ യാഷ്പാലിന്റെ ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടാകും? അടുത്ത എപ്പിസോഡ് അറിയാൻ ലിങ്കിൽ നൽകിയിരിക്കുന്ന പോക്കറ്റ് FM ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ.